നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് കാഞ്ഞിരപ്പള്ളിയിൽ. രാജ്യത്ത് കോൺഗ്രസിന്റെയും LDFന്റെയും ശക്തി ക്ഷയിച്ചതായി പ്രതിരോധ മന്ത്രി. ആയിരങ്ങളുടെ ആവേശം ഏറ്റുവാങ്ങി ഡോക്ടർ TM തോമസ് ഐസക്. ഊർജിതമായി തെരഞ്ഞെടുപ്പ് പര്യടനം. സ്വീകരണ കേന്ദ്രങ്ങളിൽ വീട്ടമ്മമാരുടെ സാന്നിധ്യം ശ്രദ്ധേയം. കോടിമത ആലപ്പുഴ ജലപാതയിൽ പോളശല്യം രൂക്ഷം. 3 ബോട്ട് സർവീസുകൾ റദ്ദു ചെയ്തു. യാത്രാ ദുരിതം ഏറി. ജലഗതാഗത വകുപ്പിന് സാമ്പത്തിക നഷ്ടവും. വാർത്തകൾ വിശദമായി. രാജ്യത്ത് കോൺഗ്രസിന്റെയും ഇടതുമുന്നണിയുടെയും ശക്തി ക്ഷയിച്ചതായി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രതിരോധ മന്ത്രി. പത്തനംതിട്ടയുടെ യുവത്വത്തിന് കരുത്ത് പകരാൻ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് കാഞ്ഞിരപ്പള്ളിയിലെത്തി. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അനിൽ K. ആന്റണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് കേന്ദ്രമന്ത്രി കാഞ്ഞിരപ്പള്ളിയിലെത്തിയത്. പേട്ടക്കവല ആനത്താനം ഗ്രൗണ്ടിൽ നടന്ന മഹാസമ്മേളനം രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് കോൺഗ്രസിന്റെയും ഇടതുമുന്നണിയുടെയും ശക്തി ക്ഷയിച്ചതായി മന്ത്രി പറഞ്ഞു. UDFന്റെയും LDFന്റെയും കാപട്യ രാഷ്ട്രീയത്തെ തുറന്നുകാട്ടുമെന്നും കേരളത്തിന്റെ വികസനം ഉറപ്പുവരുത്തുമെന്നും മന്ത്രി राजनाथ सिंह പറഞ്ഞു. बहनों भाइयों, यदि यहाँ पर केरल में कांग्रेस और लेफ्ट अभी तक मजबूत नहीं हो सकते, क्योंकि इनके रहने पर यहाँ का डिस्ट्रक्शन होने वाला है, इसलिए हम आपसे अपील करने आए हैं, कम से कम हमको ताकत दीजिए और इतनी ताकत दीजिए कम से कम इन्हें चेक कर सकें हम, और अगली बार यहाँ पर भी हम BJP की गवर्नमेंट बना सकें और यहाँ के जनता के वेलफेयर के लिए हम बहुत सारे काम कर सकें. സുഹൃത്തുക്കളെ, ഇവിടെ കോൺഗ്രസും അതുപോലെ തന്നെ LDFും അവരുടെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് NDAക്ക് ശക്തി നൽകൂ. ഈ കേരളത്തിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ സർക്കാർ വരത്തക്ക രീതിയിലുള്ള ശക്തി നൽകണം. ഇവിടുത്തെ ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സർക്കാർ നിലവിൽ വരാൻ വേണ്ടി നിങ്ങൾ സഹായിക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. സമ്മേളനത്തിൽ BJP പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS സൂരജ് അധ്യക്ഷനായി. ന്യൂനപക്ഷ മോർച്ച അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നോബിൾ മാത്യു, BJP അഖിലേന്ത്യാ സെക്രട്ടറി AP അബ്ദുള്ളക്കുട്ടി, മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം, BJP കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ, സ്ഥാനാർത്ഥി അനിൽ K. ആന്റണി, BJP മധ്യമേഖലാ പ്രസിഡന്റ് N. ഹരി, മണ്ഡലം നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ആരവം ഉയർത്തി പത്തനംതിട്ട മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ പ്രചരണം. കൊടും ചൂടിലും ആവേശം ഒട്ടും ചോരാതെയാണ് പ്രചരണം നടക്കുന്നത്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുത്തു. വ്യാഴാഴ്ച തിരുവല്ല മണ്ഡലത്തിലായിരുന്നു പര്യടനം. വള്ളിക്കാട്, പൂവത്താനം, മുക്കൂർ, കുന്നന്താനം തുടങ്ങിയ സ്ഥലങ്ങളിലൂടെയായിരുന്നു പര്യടനം. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും നിരവധി ആളുകളാണ് സ്ഥാനാർത്ഥിയെ കാണാൻ എത്തിയത്. വാഴക്കുല നൽകിയും പൂക്കൾ നൽകിയും ജനങ്ങൾ ആവേശത്തോടെ ഡോക്ടർ TM തോമസ് ഐസക്കിനെ സ്വീകരിച്ചു. മുത്തുക്കുടകളും ചുവന്ന ബലൂണുകളും സ്വീകരണ കേന്ദ്രങ്ങൾ ചെങ്കടലിലാക്കി. വെള്ളിയാഴ്ച അടൂരിലാണ് 3ാം ഘട്ട പര്യടനം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോടിമത ആലപ്പുഴ ജലപാതയിൽ പോളശല്യം രൂക്ഷമായി. ഇതേ തുടർന്ന് നിലവിലുണ്ടായിരുന്ന 3 ബോട്ട് സർവീസുകൾ റദ്ദു ചെയ്തു. കോടിമത ആലപ്പുഴ ജലപാതയിൽ പോളശല്യം രൂക്ഷമായി. കോട്ടയത്ത് നിന്ന് 4 സർവീസും ആലപ്പുഴയിൽ നിന്ന് 5 സർവീസുമാണ് ഉള്ളത്. ഇതിൽ 3 സർവീസുകളാണ് ജലപാതയിലെ പോളം മൂലം നിർത്തിവെച്ചത്. കോടിമതയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും ഇനി മുതൽ 2 സർവീസുകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചു. സർവീസുകൾ റദ്ദാക്കിയതിനെ തുടർന്ന് യാത്രക്കാർക്ക് യാത്രാ ദുരിതവും ജലഗതാഗത വകുപ്പിന് വൻ സാമ്പത്തിക നഷ്ടവുമാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തേക്ക് എത്തിയ ബോട്ട് തിരുവാർപ്പ് വെട്ടിക്കാടിന് സമീപം പോളയിൽ കുടുങ്ങിപ്പോകുകയും ചെയ്തിരുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കം ഒരു രാത്രി മുഴുവൻ കായലിൽ കഴിയേണ്ട ദുരവസ്ഥയും ഉണ്ടായി. പോളയിൽ കുടുങ്ങി ബോട്ടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായിട്ട് പോലും ജലഗതാഗത വകുപ്പ് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധമുയരുന്നുണ്ട്. കഴിഞ്ഞ ഒരു ബോട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായി, പോള കയറി മുട്ടി. അതെന്തോ ഒരു സംഭവം എനിക്ക് അറിയില്ല കറക്റ്റായിട്ട്, എന്താണ് അതിൻ്റെ കറക്റ്റായിട്ട്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ബോട്ട് അവർ വിടാത്തതെന്നാണ് തോന്നുന്നത്. പക്ഷേ അത് ശരിയല്ല. കാരണം നമ്മളിവിടെ ഇപ്പം എത്രയോ പേര് ബോട്ടിനെ ആശ്രയിച്ച് നമുക്ക് ആലപ്പുഴ ഇതിനിടെ ഇടയിൽ പല സ്ഥലത്ത് ഇറങ്ങേണ്ടവരുണ്ട്. അവർക്ക് ഇറങ്ങാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അത് എങ്ങനെയെങ്കിലും മാറ്റി അത് കറക്റ്റായിട്ട് ആ ബോട്ട് വിടാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണമെന്ന് നമ്മൾ തുറന്ന് പറയുകയാണ്.
പോള നീക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ പോളവാരൽ യന്ത്രം വർഷങ്ങളായി പണിമുടക്കിലാണ്. ഇതെല്ലാം മൂലം ജലപാതയെ ആശ്രയിക്കുന്ന ജനങ്ങളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി കുരിശുങ്കൽ ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം വേണമെന്ന ആവശ്യം ശക്തം. മണിമല റോഡും തമ്പലക്കാട് റോഡും ചേരുന്നത് ഇവിടെയാണ്. മണിമല റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് അപകടങ്ങൾ ഒഴിവാക്കാൻ പുതിയ ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഗതാഗതക്കുരുക്കിനാൽ വർഷങ്ങളായി വീർപ്പുമുട്ടുകയാണ് കാഞ്ഞിരപ്പള്ളി പട്ടണം. പേട്ടക്കവലയും കുരിശുങ്കൽ ജംഗ്ഷനും ഗതാഗതക്കുരുക്കിന്റെ കേന്ദ്രമാണ്. മണിമല റോഡും തമ്പലക്കാട് റോഡും സംഗമിക്കുന്നത് കുരിശുങ്കൽ ജംഗ്ഷന് സമീപമാണ്. ഈ ഭാഗത്ത് ട്രാഫിക് സംവിധാനം വേണമെന്ന യാത്രക്കാരുടെ ആവശ്യവും പരിഗണിക്കപ്പെടാതെ പോകുകയാണ്. പഞ്ചായത്ത് ഓഫീസ് വളവിന് താഴെ ഭാഗത്തായാണ് മണിമല റോഡ് വന്ന് KK റോഡിൽ ചേരുന്നത്. ഈ ഭാഗത്ത് ഗതാഗതക്കുരുക്കും അപകടവും പതിവാണ്. ഇവിടെ പുതിയതായി ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇരുവശങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ മണിമല റോഡിലേക്ക് തിരിയുന്നതും മണിമല റോഡിൽ കൂടി എത്തുന്ന വാഹനങ്ങൾ KK റോഡിലേക്ക് കയറുന്നതും ഏറെ ഗതാഗത പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. ഇതിന് പരിഹാരമായി ഇവിടെ സിഗ്നൽ സംവിധാനം ഒരുക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പിന് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ സജ്ജമായി. കാൻഡിഡേറ്റ് സെറ്റിംഗ് പൂർത്തിയാക്കി പരിശോധനയ്ക്ക് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി സുരക്ഷിതമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ സജ്ജമായി. സ്ഥാനാർത്ഥികളുടെ പേരും ഫോട്ടോയും ചിഹ്നവുമുള്ള ലേബൽ, ബാലറ്റ് അടക്കം സ്ഥാപിച്ച വോട്ടിംഗ് യന്ത്രങ്ങൾ പരിശോധന പൂർത്തിയാക്കി അതത് സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി സുരക്ഷിതമാക്കി. പോളിംഗ് ബൂത്തുകളിലേക്ക് യന്ത്രങ്ങൾ വിതരണം ചെയ്യുന്നതിന് മുൻപുള്ള അവസാനഘട്ട സജ്ജീകരണങ്ങളാണ് കാൻഡിഡേറ്റ് സെറ്റിംഗിലുള്ളത്. വോട്ടിംഗ് യന്ത്രങ്ങൾ ഇനി വോട്ടെടുപ്പിന്റെ തലേദിവസം പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്യും. ബുധനാഴ്ച രാവിലെ 8 മണിക്കാണ് വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ EVM കമ്മീഷനിംഗ് ആരംഭിച്ചത്. രണ്ടാം ഘട്ട റാൻഡമൈസേഷനിലൂടെ പോളിംഗ് ബൂത്തുകൾക്ക് നിർണയിച്ച ബാലറ്റ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും വിവിപാറ്റും അടങ്ങുന്ന വോട്ടിംഗ് യന്ത്രങ്ങൾ അതത് ബൂത്തുകളുടെ കൗണ്ടറുകളിൽ എത്തിച്ചു. കൺട്രോൾ യൂണിറ്റിൽ സ്ഥാനാർത്ഥികളുടെ പേരും ഫോട്ടോയും ചിഹ്നവുമുള്ള ലേബൽ ബാലറ്റ് യൂണിറ്റിൽ വെച്ച് സീൽ ചെയ്തു. നോട്ടയടക്കം 15 സ്ഥാനാർത്ഥികളുടെ പേര് ഉൾക്കൊള്ളുന്ന ബാലറ്റ് ലേബലാണ് പതിപ്പിച്ചത്. വോട്ട് ചെയ്യുമ്പോൾ സ്ലിപ്പ് പ്രിന്റ് ചെയ്യുന്ന വിധത്തിൽ വിവിപാറ്റ് യന്ത്രങ്ങളിൽ ബാറ്ററിയിട്ട് സജ്ജമാക്കി. 3 യൂണിറ്റുകളും ബന്ധിപ്പിച്ച ശേഷം ഓരോ സ്ഥാനാർത്ഥിക്കും നോട്ടയ്ക്കും ഓരോ വോട്ട് വീതം ചെയ്ത് കൺട്രോൾ യൂണിറ്റിലെ ഫലവും വിവിപാറ്റിന്റെ പ്രവർത്തനവും കൃത്യമെന്ന് ഉറപ്പാക്കി. വോട്ടിംഗ് യന്ത്രങ്ങൾ സജ്ജമാക്കിയ ശേഷം 5% വോട്ടിംഗ് യന്ത്രങ്ങളിൽ 1000 വോട്ടുകൾ വീതം ചെയ്ത് മോക്ക് പോൾ നടപടിയും പൂർത്തിയാക്കി. മോക്ക് പോൾ നടപടി പൂർത്തിയാക്കിയ യന്ത്രങ്ങളുടെ മാത്രം ബാറ്ററി മാറ്റി പുതിയവ ഘടിപ്പിച്ചു. ഓരോ പോളിംഗ് ബൂത്തിലേക്കുമുള്ള കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും വിവിപാറ്റും ഒന്നിച്ചാണ് സ്ട്രോങ് റൂമിലേക്ക് മാറ്റി നടപടികൾ പൂർത്തിയാക്കിയത്. കോട്ടയം നിയമസഭാ നിയോജക മണ്ഡലത്തിലെ സ്വീകരണ വിതരണ കേന്ദ്രമായ MD സെമിനാരി സ്കൂളിലും പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ സ്വീകരണ വിതരണ കേന്ദ്രമായ ബേക്കർ സ്കൂളിലും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി EVM കമ്മീഷനിംഗ് പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്തി. പുതുപ്പള്ളിയിൽ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറായ സബ് കളക്ടർ D. രഞ്ജിത്ത്, കോട്ടയത്ത് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറായ പുഞ്ച സ്പെഷ്യൽ ഓഫീസർ M. അമൽ മഹേശ്വർ, പാലായിൽ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറായ ഡെപ്യൂട്ടി കളക്ടർ SL സജികുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കമ്മീഷനിംഗ്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പൂഞ്ഞാർ മണ്ഡലത്തിലെ കമ്മീഷനിംഗ് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലേത് സെന്റ് ഡൊമിനിക്സ് കോളേജിലുമാണ് നടന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലായുടെ വിശ്വാസഗോപുരമായി നിലകൊള്ളുന്ന അമലോദ്ഭവ ജൂബിലി കപ്പേളയുടെ പുനരുദ്ധാരണ ജോലികൾ ആരംഭിച്ചു. കുരിശുപള്ളിയുടെ ചുമതലയുള്ള പാലാ കത്തീഡ്രൽ, ലാലം പഴയപള്ളി, പുത്തൻപള്ളി വികാരിമാരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ ശുശ്രൂഷകളോടെയാണ് പണികൾക്ക് ആരംഭം കുറിച്ചത്. കരിങ്കല്ലുകൾ കൊത്തിയെടുത്ത് 7 നിലകളിലായി നിർമ്മിച്ചിട്ടുള്ള പാലാ അമലോത്ഭവ ജൂബിലി കപ്പേളയുടെ പുനരുദ്ധാരണ പ്രവൃത്തികൾ വർഷങ്ങളായി നടത്തിയിരുന്നില്ല. പായൽ കഴുകി കല്ലിന്റെ ഭംഗി തിരിച്ചു കൊണ്ടുവരിക, ചോർച്ച ഭാഗങ്ങൾ പരിഹരിക്കുക, ജനലുകൾക്കും അതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കും സംഭവിച്ച കേടുപാടുകൾ നീക്കുക, ഇടിമിന്നൽ രക്ഷാചാലകം ശക്തമാക്കുക, വൈദ്യുതി സംവിധാനങ്ങളുടെ നവീകരണം നടത്തുക എന്നിവയാണ് പുനരുദ്ധാരണ പണികളുടെ ഭാഗമായി നടത്തുന്നത്. പാലാ കത്തീഡ്രൽ, ലാലം പഴയപള്ളി, പുത്തൻപള്ളി വികാരിമാരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനയോടെ പണികൾ ആരംഭിച്ചത്. പ്രധാനമായിട്ടും നവീകരണ പ്രവർത്തനം എന്ന് പറയുമ്പോൾ വർഷങ്ങളായിട്ട് പായൽ മൂലം ഇതിന് മനോഹാരിത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ പായലുകളൊക്കെ കഴുകി ഒന്നായിട്ട് വെടിപ്പാക്കി കല്ലിൻ്റെ ആ മനോഹാരിത തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇതിന് ചില ചോർച്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് എവിടെയാണ് അതിന്
കേട് സംഭവിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കി അത് പരിഹരിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തെ കാര്യമാണ് മിന്നൽ രക്ഷാജാലകം അത് സുശക്തമാക്കി തീർക്കുക എന്നുള്ളതും ഈ പുനരുദ്ധാന ജോലികളുടെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ ചില വൈദ്യുതി കരണപരമായ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ 5-6 മേഖലകളിലാണ് ഇതിൻ്റെ പുനരുദ്ധാന പണികൾ നിർവഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ പണികളുടെ നേതൃത്വം വഹിക്കുന്നത് പല കത്തീഡ്രൽ ഇടവകയുടെയും ലാലം പഴുവള്ളി ഇടവകയുടെയും ലാലം പുത്തമ്പള്ളി ഇടവകയുടെയും നേതൃത്വത്തിലാണ്. കുരിശുപള്ളിയുടെ നിലവിലുള്ള അവസ്ഥയ്ക്കുള്ള കാരണവും അതിനുള്ള പരിഹാരവും ശാസ്ത്രീയമായും സാങ്കേതികമായും പഠനം നടത്താൻ ചൂണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെടുകയും അവർ പഠിച്ച റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. കുരിശുപള്ളിയുടെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിച്ച എഞ്ചിനീയർ യേശുദാസുമായും യോഗ പ്രതിനിധികളുമായും ചൂണ്ടച്ചേരി സെന്റ് ജോസഫ് കോളേജിലെ എഞ്ചിനീയറിംഗ് ടീം ചർച്ച ചെയ്യുകയും കുരിശുപള്ളി പലതവണ സന്ദർശിക്കുകയും ചെയ്ത ശേഷമാണ് റിപ്പോർട്ട് നൽകിയത്. അന്തിമ റിപ്പോർട്ടിൽ പള്ളി പ്രതിനിധി യോഗം തീരുമാനമെടുക്കുകയും അതിന് രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് അംഗീകാരം നൽകുകയും ചെയ്തതോടെയാണ് പണികൾ ആരംഭിച്ചത്. പണികൾക്ക് നേതൃത്വം നൽകാൻ പുനരുദ്ധാരണ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. 50 ലക്ഷത്തിലധികം രൂപ ചെലവ് വരുമെന്നാണ് കണക്ക്. കത്തീഡ്രൽ പള്ളി വികാരിയും ജൂബിലി കപ്പേള കമ്മിറ്റി പ്രസിഡന്റുമായ ഫാദർ ജോസ് കാക്കല്ലിൽ, ലാലം പഴയ പള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ, പുത്തൻപള്ളി വികാരി ഫാദർ ജോർജ് മൂലച്ചാലിൽ എന്നിവർ നേതൃത്വം നൽകും. 1955 പണി ആരംഭിച്ച് പല ഘട്ടങ്ങളിലായി 22 വർഷം കൊണ്ടാണ് 1977 പാലാ ടൗൺ അമലോത്ഭവ ജൂബിലി കുരിശുപള്ളി പൂർത്തിയായത്. കുരിശുപള്ളിയുടെ മനോഹാരിതയ്ക്ക് കോട്ടം തട്ടാത്ത രീതിയിലാണ് പുനരുദ്ധാരണ പ്രവൃത്തികൾ ഇപ്പോൾ നടത്തുന്നത്. ഗോവണിയും വടവും ബന്ധിപ്പിച്ച് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാണ് പണികൾ നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പാലാ. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കോട്ടയം ജില്ലാ സമ്മേളനം ഏപ്രിൽ 20 കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ നടക്കും. അച്ചടക്കമുള്ള സേനയായ പോലീസിൽ നിന്നും വിരമിച്ചവർക്ക് പോലും ആനുകൂല്യങ്ങൾക്കായി സമരം ചെയ്യേണ്ട അവസ്ഥയാണ് നിലവിലുള്ളതെന്നും ഭാരവാഹികൾ കോട്ടയത്ത് പറഞ്ഞു. ഈ കോട്ടയം ജില്ലയിൽ തന്നെ 1200ഓളം മെമ്പേഴ്സുള്ള വലിയ ഒരു സംഘടനയാണ് ഞങ്ങളുടെ ഈ KSPPWA. അതിൻ്റെ 6ാമത് ജില്ലാ സമ്മേളനം, അതായത് 2 വർഷം കൂടുമ്പോഴാണ് ഇതിൻ്റെ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്നത്. ഇത് 6ാമത്തെ ജില്ലാ സമ്മേളനമാണ് മാമൻ മാപ്പിള ഹാളിൽ വെച്ച് കൂടുന്നത് 20-ാം തീയതി. വന്യജീവി ശല്യം ശാശ്വതമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 20 കർഷക മഹാസംഗമം കോരുത്തോട്ടിൽ നടക്കും. ഇടുക്കി, പത്തനംതിട്ട മണ്ഡലങ്ങളിലെ 3 മുന്നണി സ്ഥാനാർത്ഥികളും സംഗമത്തിൽ പങ്കുചേരും. വന്യജീവി ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കർഷക മഹാസംഗമം നടത്തുന്നു. കോരുത്തോട്, എരുമേലി, പെരുന്നാട്, പെരുവന്താനം, മുണ്ടക്കയം, കൊക്കിയാർ പഞ്ചായത്തുകളിലെ ജനങ്ങൾ കോരുത്തോട് സെന്റ് ജോർജ് സ്റ്റേഡിയത്തിൽ ശനിയാഴ്ച വൈകുന്നേരം 4:30 ഒത്തുകൂടുന്നു. മലയോര മേഖലയിലും വനാതിർത്തിയിലും താമസിക്കുന്ന കർഷകർ നേരിടുന്ന വന്യജീവി ശല്യം, മരമുറിക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പട്ടയ സംബന്ധമായ പ്രതിസന്ധികൾ എന്നിവ യോഗത്തിൽ ചർച്ച ചെയ്യും. ഈ ആവശ്യങ്ങൾക്കായി നിയമനിർമ്മാണ സഭയിൽ ഈ വിഷയം എത്തിക്കുന്നതിനായി പാർലമെന്റിൽ മത്സരിക്കുന്ന ഇടുക്കി, പത്തനംതിട്ട മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുമായി സംഗമത്തിൽ സംവദിക്കുമെന്ന് കർഷകർ പറയുന്നു. ഞങ്ങൾ കോരുത്തോട്ടിൽ ഈ ശനിയാഴ്ച വൈകുന്നേരം 4:30 കോരുത്തോട് സെന്റ് ജോർജ് സ്കൂളിൻ്റെ മൈതാനത്ത് സംവാദം വെച്ചിരിക്കുന്നത് ഈ 2 ജില്ലകളിലുള്ള എന്ന് പറഞ്ഞാൽ 2 പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ള ജനപ്രതിനിധികളെ വിളിച്ചിട്ടുണ്ട്. അവരുടെ പ്രതിനിധികൾ വരും. ജനപ്രതിനിധികൾ എത്താൻ സമ്മതിച്ചിട്ടുണ്ട് മത്സരിക്കുന്നവർ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ പ്രതികരണം അറിയണം. മലയോരവാസികൾക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങാനുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. വനവും വന്യജീവികളും സംരക്ഷിക്കപ്പെടുന്നതിനുള്ള നടപടികൾ ഉണ്ടാക്കുവാനുള്ള നിർദ്ദേശങ്ങൾ ഈ സംഗമത്തിൽ ഉണ്ടാകുമെന്ന് കർഷകർ പ്രതീക്ഷിക്കുന്നു. മൃഗങ്ങളെ വനാതിർത്തിക്കുള്ളിൽ നിയന്ത്രിക്കുന്ന സംവിധാനവും വനാതിർത്തിയിലൂടെ ഒരു സഞ്ചാരപാതയും ഉണ്ടായാൽ വലിയ ടൂറിസം സാധ്യത കൂടി ഈ മേഖലയിൽ സൃഷ്ടിക്കപ്പെടും എന്ന നിർദ്ദേശവും കർഷകർ മുന്നോട്ട് വയ്ക്കുന്നു. മലയോര സംരക്ഷണ സമിതി ജനറൽ കൺവീനർ സണ്ണി വെട്ടുകലേൽ, PJ സെബാസ്റ്റ്യൻ, ദിവാകരൻ പുത്തൻപുരിക്കൽ, ഷിബു കുറുമ്പനക്കൽ, ജോഷി മാത്യു പൂവക്കുളം എന്നിവർ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അറിയിപ്പ്: അമലഗിരി BK കോളേജിൽ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, ഇക്കണോമിക്സ്, കൊമേഴ്സ്, ജിയോളജി വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. അപേക്ഷകർ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ കാര്യാലയത്തിലെ ഗസ്റ്റ് അധ്യാപക പാനലിൽ പേര് രജിസ്റ്റർ ചെയ്തവരായിരിക്കണം. UGC നെറ്റ് PhD ഉള്ളവർക്ക് മുൻഗണന. www.bkcollege.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അതിലെ ഫോം പൂരിപ്പിച്ച്
gletcherbkc@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ കോളേജ് ഓഫീസിലോ മെയ് 3 മുമ്പ് സമർപ്പിക്കണം. കേരള സർക്കാർ സ്ഥാപനമായ LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഏറ്റുമാനൂർ ഉപകേന്ദ്രത്തിൽ ഏപ്രിൽ 22 ആരംഭിക്കുന്ന കേരള സർക്കാർ അംഗീകൃത DCA, DCFA, ടാലി, ഡാറ്റ എൻട്രി കോഴ്സുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഏപ്രിൽ 20 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷ നൽകേണ്ട വെബ്സൈറ്റ് www.ibsccenter.kerala.gov.in. വിവരങ്ങൾക്ക് ഫോൺ 9497818264. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് കാഞ്ഞിരപ്പള്ളിയിൽ. രാജ്യത്ത് കോൺഗ്രസിന്റെയും LDFന്റെയും ശക്തി ക്ഷയിച്ചതായി പ്രതിരോധ മന്ത്രി. ആയിരങ്ങളുടെ ആവേശം ഏറ്റുവാങ്ങി ഡോക്ടർ TM തോമസ് ഐസക്. ഊർജിതമായി തെരഞ്ഞെടുപ്പ് പര്യടനം. സ്വീകരണ കേന്ദ്രങ്ങളിൽ വീട്ടമ്മമാരുടെ സാന്നിധ്യം ശ്രദ്ധേയം. കോടിമത ആലപ്പുഴ ജലപാതയിൽ പോളശല്യം രൂക്ഷം. 3 ബോട്ട് സർവീസുകൾ റദ്ദു ചെയ്തു. യാത്രാ ദുരിതം ഏറി. ജലഗതാഗത വകുപ്പിന് സാമ്പത്തിക നഷ്ടവും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.